ഇൻസേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് മിഡിൽ എലമെന്റ് ആയ ഇപ്പൊ 52, 78, 81 എന്ന് എഴുതുമ്പോഴത്തേക്കും അവിടുത്തെ മിഡിൽ എലമെന്റ് ആയ 78നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് മുകളിലോട്ട് പോകും. അപ്പം 78 ടോപ്പിൽ വരും, 78ന്റെ ലെഫ്റ്റ് ആയിട്ട് 52 വരും, റൈറ്റ് ആയിട്ട് 81 വരും. ഓക്കെ, താങ്ക് യു. അഞ്ജലി സദാശിവൻ. മിസ്സേ 48, 33. 48 40യും 33. ഓക്കെ മിസ്സേ. 40 നോക്കുന്ന സമയത്ത് 78 റൂട്ട് നോഡല്ലേ? അതെ. അപ്പം റൂട്ട് നോഡിനേക്കാളും ചെറുതായതുകൊണ്ട് ലെഫ്റ്റിലോട്ട് പോയി. ലെഫ്റ്റിലോട്ട് പോയപ്പോ അവിടെ 52 ഉണ്ടായിരുന്നു. അപ്പൊ 52നെക്കാളും ചെറുതായതുകൊണ്ട് ലെഫ്റ്റിലോട്ട് വന്നു. ഓക്കെ, 52ന്റെ കൂടെ ഒരു വേക്കൻറ്റ് സ്പേസ് ഉണ്ട്, അവിടേക്ക് ഇൻസേർട്ട് ആയി. ഇനി അടുത്ത 33 വരുന്ന സമയത്ത് ഇതുപോലെ റൂട്ട് നോട്ടായ 78 നോക്കിയപ്പോ അതിനേക്കാളും ചെറുതാണ്. ചെറുതായപ്പോ അങ്ങോട്ട് അടുത്തത് നോക്കിയപ്പം 52 ഉണ്ട്. അപ്പം 33 നോക്കുമ്പോ അതിന്റെ ഫ്രണ്ടിൽ വരും. അപ്പം 3 അടുപ്പിച്ചു വന്നു. അപ്പൊ നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. സ്പ്ലിറ്റ് ചെയ്യുമ്പോ രണ്ടാമത് കിടക്കുന്ന ഇൻഡെക്സ് പൊസിഷൻ ആയ 40നെ നമ്മൾ റൂട്ട് നോഡ് ആക്കിയിട്ട് 33നെ ലെഫ്റ്റിലോട്ടും 52നെ നമ്മൾ റൈറ്റിലോട്ടും കൊടുത്തു. പിന്നെ ഇപ്പം ആ 33 നമുക്ക് 52ന്റെ അതായത് ഒരുമിച്ച് വരയ്ക്കാൻ പറ്റത്തില്ല. ഇല്ല, കാരണം നമ്മൾ എപ്പോ സ്പ്ലിറ്റിംഗ് നടന്നാലും ന്യൂ നോഡ് ക്രിയേറ്റ് ചെയ്തല്ലേ, ഇന്നലെയും ഞാൻ കാണിച്ചു തന്നില്ലായിരുന്നോ? എപ്പോ സ്പ്ലിറ്റിംഗ് നടന്നാലും പുതിയൊരു നോഡ് ക്രിയേറ്റ് ചെയ്തിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്താ അറിയോ, ഇല്ലെങ്കിൽ ആ ലീഫ് അറ്റ് സെയിം ലെവൽ എന്നുള്ള പ്രോപ്പർട്ടി വയലേറ്റ് ആയി പോകും. അത് ഡൗട്ട് ഉണ്ടെങ്കിൽ ആ രീതിയിൽ തന്നെ ഒരു തവണ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ അത് പകുതി എത്തുമ്പോൾ മനസ്സിലാവും, ഇനി ബാക്കി ഇൻസേർട്ട് ചെയ്യാൻ പറ്റാതെ വരും. നെക്സ്റ്റ് 90 ഇൻസേർട്ട് ചെയ്ത് കാണിക്കുന്ന ആരാ? പാർവതി. ഹലോ മിസ്സേ. 90 എന്ന് പറയുന്നത് 78നെക്കാട്ടില് റൂട്ട് നോഡായ 78നെക്കാട്ടില് വലുതാണ്. അപ്പൊ അത് റൈറ്റ് സൈഡിലേക്ക് വരും. റൈറ്റ് സൈഡ് വരാൻ നേരത്ത് അവിടെ 81 ഉണ്ട്. 81-നകത്ത് ഒരു വേക്കൻറ്റ് സ്പേസ് ഉള്ളത് കൊണ്ട് 81-നെക്കാട്ടില് വലുതായതുകൊണ്ട് അത് 81 റൈറ്റ് സൈഡിൽ വരും. ഓക്കെ, 85 കൂടെ പറയോ? 85 എന്ന് പറയുമ്പോൾ റൂട്ട് നോഡിനെക്കാട്ടി വലുതാ, അപ്പൊ റൈറ്റ് സൈഡിൽ തന്നെ വരും. റൈറ്റ് സൈഡ് വരാൻ നേരത്ത് അവിടെ ഇപ്പം 81 ഉണ്ട്, 90 ഉണ്ട്. അപ്പൊ 81, 85, 90 എന്നാണ് വരേണ്ടത്. 81, 85, 90 എന്നാ വരുന്നത്. അപ്പൊ നമ്മള് 85-നെ പക്ഷെ അവിടെ സ്പേസ് ഇല്ല, 2 എലമെന്റ്സ് മാത്രമേ സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് ഉള്ളൂ. സോ സ്പ്ലിറ്റിംഗ് നടക്കും, മിഡിൽ എലമെന്റ് മുകളിലേക്ക് വരണം. 85 മുകളിൽ വന്നിട്ട് അതിന്റെ ലെഫ്റ്റിലേക്ക് 81-ഉം റൈറ്റിലേക്ക് 90-യും വരും. പക്ഷെ 85-ന് സ്റ്റിൽ അവിടെ സ്പേസ് ഉണ്ടോ? 40, 78, 85 ഒന്ന് വെക്കാൻ പറ്റുമോ? അപ്പൊ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് റൈറ്റിലേക്ക് ആക്കും. 78-ന്റെ റൈറ്റിലേക്ക് 85-ഉം 78 ടോപ്പില് പോണം. അതെങ്ങനെയാ മിസ് സ്റ്റെപ്പ്? എങ്ങനെ ഇപ്പൊ നമ്മള് 85-നെ അല്ലേ ഇൻസേർട്ട് ചെയ്തത് ആദ്യം? 85-നെ ഇൻസേർട്ട് ചെയ്യുമ്പം 85 എവിടേക്കാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്? 81, 85, 90 അങ്ങനെയല്ലേ ഇൻസേർട്ട് ചെയ്യണ്ടേ? അപ്പൊ 81, 85, 90 എന്ന് വെക്കാൻ നമുക്ക് പറ്റത്തില്ല. കാരണം രണ്ട് എലമെന്റ്സേ ആ നോഡിന് പറ്റുള്ളൂ. അപ്പൊ മിഡിൽ എലമെന്റ് ആരാ? 85 ആണ്. സോ 85 എവിടേക്ക് പോകണം? ടോപ്പിലുള്ള ഈ 40, 78 ഇരിക്കുന്ന നോഡിലേക്ക് പോകണം. അവിടെ വരുന്ന സമയത്ത് വീണ്ടും ഇഷ്യൂ ആകും. 40, 78, 85 എന്നാണ് ഇരിക്കുന്നത്. 3 പേരെ അവിടെയും പറ്റില്ല. അപ്പൊ അവിടെ എന്ത് ചെയ്യണം? മിഡിൽ എലമെന്റിനെ മുകളിലേക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊണ്ടുപോകണം. അപ്പൊ പുതിയൊരു റൂട്ട് തന്നെ ട്രീക്ക് വരും, 78. മാധവ് 20 ഇൻസേർട്ട് ചെയ്യാവോ ഈ ട്രീയിലേക്ക്? 20 17-നെക്കാട്ടിലും അല്ല റൂട്ട് നോഡിനെക്കാട്ടിലും ചെറുതാ. അപ്പൊ ലെഫ്റ്റ് സൈഡിലോട്ട് പോകും.
14-നേക്കാളിലും ചെറുതാ, അപ്പോൾ ലെഫ്റ്റിലോട്ട്. 33യുടെ ലെഫ്റ്റ് സൈഡിൽ വരും. അടുത്തതിന് 38 വരുമ്പോഴത്തേക്കും 38 78-നേക്കാളും ചെറുതാ, 14-നേക്കാളിലും ചെറുതാ. 20 33 അതിന്റെ 33യുടെ റൈറ്റ് സൈഡിലോട്ട് വരും. എന്നിട്ട് സ്പ്ലിറ്റ് ചെയ്ത് 33നെ മേലോട്ട് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് സ്പ്ലിറ്റിംഗ് നടക്കും. സ്പ്ലിറ്റ് ചെയ്ത് 33നെ മേലോട്ട് കൊണ്ടുപോയിട്ട് അത് എഴുതും. ഓക്കെ, അവിടെ ഓൾറെഡി സ്പേസ് ഉണ്ട്, കാരണം 40യുടെ കൂടെ ഒരു വേക്കൻറ്റ് സ്പേസ് ഉണ്ട്, അവിടേക്ക് നമുക്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ടും പറ്റും. ഇന്നലെ ആബ്സെന്റ് ആയവർക്ക് വേണ്ടി ഞാൻ ഇന്നലെ ചെയ്ത ക്വസ്റ്റ്യൻ പെട്ടെന്നൊന്ന് പറഞ്ഞുതരാമേ. അതിനെയൊക്കെ ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ. ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്ന കാര്യങ്ങൾ B-tree ആണ്. B-treeയിൽ B-tree എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ നോർമൽ ബൈനറി സെർച്ച് ട്രീ ലൈക്ക് AVL ട്രീ ഓർ RB-tree. പക്ഷെ അഡീഷണൽ ആയിട്ട് 2 പ്രോപ്പർട്ടീസ് ഉണ്ട്. ഈച്ച് നോഡ് ക്യാൻ സ്റ്റോർ മോർ ദാൻ 1 വാല്യൂ. ഇവിടെ വാല്യൂസിനെ നമ്മൾ കീ എന്നാണ് പറയുന്നത്. മോർ ദാൻ 1 കീ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ആൻഡ് ഈച്ച് നോഡ് ക്യാൻ ഹാവ് മോർ ദാൻ 2 ചിൽഡ്രൻ. ഇതാണ് ഇതിന്റെ പ്രത്യേകത. പിന്നെ ഇതിന്റെ പ്രോപ്പർട്ടീസ് എല്ലാം പറയുന്നത് ഈ B-treeയുടെ ഓർഡറിനെ ബേസ് ചെയ്തിട്ടാണ്. എല്ലാ ട്രീക്കും ഒരു ഓർഡർ ഉണ്ടായിരിക്കും. അപ്പോൾ ഓർഡർ M ആണെങ്കിൽ, അതായത് ഓർഡർ 3 ആണെങ്കിൽ അല്ലെ 4 ആണെങ്കിൽ, അങ്ങനെ ഓർഡറിനെ ബേസ് ചെയ്ത് നമുക്ക് മെയിൻലി 6 പ്രോപ്പർട്ടീസ് ആണുള്ളത്. ഫസ്റ്റ് പ്രോപ്പർട്ടി, ഓൾ ലീഫ് നോട്ട്സ് മസ്റ്റ് ബി അറ്റ് ദ സെയിം ലെവൽ. നെക്സ്റ്റ് വൺ, റൂട്ട് നോഡ് എക്സെപ്റ്റ് ഉള്ള എല്ലാ നോട്ട്സിനും അറ്റ്ലീസ്റ്റ് M/2 - 1 കീസും മാക്സിമം ഓഫ് M-1 കീസും ഉണ്ടാകണം. പിന്നെ തേർഡ് പ്രോപ്പർട്ടി, നോൺ ലീഫ് നോട്ട്സ് എക്സെപ്റ്റ് റൂട്ട് ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് M/2 ചിൽഡ്രൻ ഉണ്ടാകണം. പ്രോപ്പർട്ടി 4, ഇഫ് ദ റൂട്ട് നോഡ് ഇസ് എ നോൺ ലീഫ് നോഡ് ദെൻ ഇറ്റ് മസ്റ്റ് ഹാവ് അറ്റ്ലീസ്റ്റ് ടു ചിൽഡ്രൻ. നോൺ ലീഫ് നോഡ് ആണ് റൂട്ട് നോഡെങ്കിൽ 2 ചിൽഡ്രൻ ഉണ്ടായിരിക്കണം മിനിമം. പിന്നെ ഏതൊരു നോൺ ലീഫ് നോഡ് എടുത്താലും അതിന് N-1 കീസ് ഉണ്ടെങ്കിൽ N നമ്പർ ഓഫ് ചിൽഡ്രൻ ഉണ്ടായിരിക്കണം. ദാറ്റ് ഈസ് 3 കീസ് ഉണ്ടെങ്കിൽ അതിന് 4 ചിൽഡ്രൻ ഉണ്ടാകണം. ദെൻ ഓൾ ദ കീ വാല്യൂസ് ഇൻ എ നോഡ് മസ്റ്റ് ബി ഇൻ അസെൻഡിങ് ഓർഡർ. ഒരു നോഡിനകത്തുള്ള കീ വാല്യൂസ് എല്ലാം അസെൻഡിങ് ഓർഡറിൽ തന്നെ ആകണം. 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സ് എങ്ങനെയാണ് B-treeയിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നതെന്ന് ഞാൻ ജസ്റ്റ് പെട്ടെന്നൊന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് വി ഹാവ് ടു ഇൻസേർട്ട് 1 ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് അതൊരു ന്യൂലി ഇൻസേർട്ടഡ് നോഡാണ്. ഇറ്റ് വിൽ ബി എ റൂട്ട് നോഡ്. അതുപോലെ തന്നെ ഓർഡർ 3 ആണ്. സോ നമുക്ക് മാക്സിമം ഒരു നോഡിൽ വെക്കാൻ പറ്റുന്ന നമ്പർ ഓഫ് കീ വാല്യൂസ് വിൽ ബി ഓർഡർ -1. 3 - 1 2 ആയിരിക്കും പൊസിഷൻസ്. സോ 1 ഇൻസേർട്ട് ചെയ്തു. ദെൻ 2 കംസ് ആഫ്റ്റർ ദി കംസ് ടു ദ റൈറ്റ് സൈഡ് ഓഫ് 1. 1ന്റെ റൈറ്റ് സൈഡിലേക്കായിരിക്കും 2 വരുന്നത്. നെക്സ്റ്റ് 3 വരുന്നു. 3 വരുന്ന സമയത്ത് 1 2 3 2ന്റെ റൈറ്റ് സൈഡിലാണ് വരേണ്ടത്. ബട്ട് സ്പേസ് ഇല്ല. സ്പേസ് ഇല്ലാതെ വരികയാണെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യുക, മിഡിൽ എലമെന്റിനെ ടോപ്പിലേക്ക് കൊണ്ടുപോകുക. ഇതാണ് ഇവിടുത്തെ റൂൾ. സോ 2 ആണ് മിഡിൽ എലമെന്റ് ഇവിടെ. അതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു, മുകളിലേക്ക് പോകുന്നു. 2ന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് 1 വരും, റൈറ്റ് സൈഡിലേക്ക് 3 വരും. ദെൻ 4 ഇൻസേർട്ട് ചെയ്യുന്നു. 4 ഇൻസേർട്ട് ചെയ്യാൻ വരുമ്പോൾ 2 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 2വിനെക്കാട്ടിലും ഗ്രേറ്റർ ആണ്. സോ 2ന്റെ റൈറ്റ് സൈഡിലേക്ക് പോകും, 4 ഇവിടെ ഇൻസേർട്ട് ആവും. ഒരിക്കലും നമ്മളിവിടെ റൂട്ട് നോഡിൽ വേക്കൻറ്റ് സ്പേസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടേക്ക് ഇൻസേർട്ട് ചെയ്യില്ല. കറക്റ്റ് BSTയുടെ ലോജിക്കിൽ തന്നെ പോവുക. എവിടെയെങ്കിലും സ്പേസ് ഇല്ലാതെ വരികയാണെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് മുകളിലേക്ക് പോവുക. 5നെ ഇൻസേർട്ട് ചെയ്യുവാണ്. 5നെ ഇൻസേർട്ട് ചെയ്യാൻ വരുമ്പം 2 ഓൾറെഡി ഉണ്ട്. 2ന്റെ റൈറ്റ് സൈഡിലേക്കാണ് പോകേണ്ടത്. റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ 3 and 4 ഓൾറെഡി ഉണ്ട്. 5 ഇവിടെയാണ് പൊസിഷൻ, ബട്ട് ഓൾറെഡി ഫിൽഡ് ആണ്. ഇപ്പൊ മിഡിൽ എലമെന്റ് ആയ 4നെ സ്പ്ലിറ്റ് ചെയ്യുക, മുകളിലേക്ക് പോവുക. അപ്പൊ ഇവിടെ ഒരു വേക്കൻറ്റ് സ്പേസ് ഉള്ളതുകൊണ്ട് 4 ഇവിടെ വരും. 5 പുതിയൊരു റൈറ്റ് ചൈൽഡ് ആയിട്ട് 4നെക്കാട്ടിലും ഗ്രേറ്റർ ആയതുകൊണ്ട് 4ന്റെ റൈറ്റിലേക്ക് 5 വരും. ദെൻ 6 വരുന്ന സമയത്ത് 4 റൂട്ട് നോഡിലെത്തി. 4നെക്കാട്ടിലും ഗ്രേറ്റർ ആണ്. ഇവിടേക്ക് വരുമ്പോൾ 5ന്റെ കൂടെ ഒരു വേക്കൻറ്റ് പൊസിഷൻ ഉണ്ട്. 5നെക്കാട്ടിലും ഗ്രേറ്റർ ആയതുകൊണ്ട് 5ന്റെ റൈറ്റ് സൈഡിലേക്കാണ് ഇൻസർഷൻ നടന്നത്. പിന്നെ 7 ഇൻസേർട്ട് ചെയ്യുന്ന കേസ് ആകുമ്പോഴത്തേക്കും 7 ഈസ് ഗ്രേറ്റർ ദാൻ 4. സോ 7 കംസ് ടു ദ റൈറ്റ് സൈഡ്. ഇവിടെ വരുമ്പോൾ 5 and 6 ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണ്. ദേ ആർ ഫിൽഡ്. അപ്പം സ്പ്ലിറ്റിംഗ് 6 മുകളിലേക്ക് വരണം. മുകളിലേക്ക് വരുമ്പോൾ 2 4 6 എന്നാവും. അവിടെയും സ്പേസ് ഇല്ല. 4നെ സ്പ്ലിറ്റ് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുപോകും. 4 ആണ് പുതിയ റൂട്ട്. 2 കംസ് ആസ് ലെഫ്റ്റ് ചൈൽഡ് ആൻഡ് 6 കംസ് ആസ് റൈറ്റ് ചൈൽഡ്. ഇനി 2ന്റെ ചിൽഡ്രൻ ആയിട്ടുള്ള 1 3 2ന്റെ കൂടെ തന്നെ വരും. 6ലേക്ക് ആരൊക്കെ പോവും? 5ഉം 7 കംസ് ടു ദി റൈറ്റ് ചൈൽഡ്. പിന്നെ 8 ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഡയറക്റ്റ് കേസ് തന്നെയാണ്. 4നെക്കാട്ടിലും ഗ്രേറ്റർ ആണ് 8. 4ന്റെ റൈറ്റ് സൈഡിലേക്ക് 6, ദെൻ ടു ദ റൈറ്റ് 8. അവിടെ ഓൾറെഡി ഒരു വേക്കൻറ്റ് സ്പേസ് ഉണ്ട്. ദെൻ 9നെ ഇൻസേർട്ട് ചെയ്യുന്ന കേസ് ആണെങ്കിലോ, 9നെ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ വരേണ്ടത് ഈ 7 8 ഇരിക്കുന്ന നോഡിലേക്കാണ് വരേണ്ടത്.
സോ അവിടെ സ്പേസ് ഇല്ല, സ്പ്ലിറ്റ് ചെയ്യണം, 8 മുകളിലേക്ക് വരണം. 8 മുകളിൽ പോകാൻ ഓൾറെഡി 6ന്റെ കൂടുതൽ ഒരു വേക്കൻറ്റ് സ്പേസ് ഉണ്ട്. 8 അവിടേക്കായിരിക്കും സ്പ്ലിറ്റ് അപ്പ് ആയിരിക്കുന്നത്. ദെൻ 10നെ ഇൻസേർട്ട് ചെയ്യുന്നത് 9ന്റെ തൊട്ടപ്പുറത്തേക്ക്. എന്നാലും ആബ്സെന്റ് ആയവരൊക്കെ ചെയ്ത് നോക്കിയിട്ട് ഡൗട്ട് ഉള്ളവർ ചോദിക്കണേ. നെക്സ്റ്റ് വൺ ഈസ് നിങ്ങൾക്ക് ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് ഞാനൊരു ബി ട്രീ ഓഫ് ഓർഡർ 4 ഡയഗ്രാം വെച്ചിരിക്കുകയാണ്. ഓർഡർ 4 അല്ലേ, സോ നമ്പർ ഓഫ് എലമെന്റ്സ് ഓർ നമ്പർ ഓഫ് കീസിന്റെ നോഡ് എത്രയായിരിക്കും? അർജുൻ, നമ്പർ ഓഫ് കീസ് എന്ന് പറയുന്നത് 3. അതെങ്ങനെയാ കിട്ടുന്നത്? ഓർഡർ മൈനസ് m-1. ഓക്കെ. ഇനി 3 എലമെന്റ്സ് ഉണ്ടെങ്കിൽ മാക്സിമം എത്ര ചിൽഡ്രൻ വരണം? മാക്സിമം 3 ചിൽഡ്രൻ പറ്റും. 3 എലമെന്റ്സ് ഉണ്ടെങ്കിൽ n-1 കീസ് ഉണ്ടെങ്കിൽ n ചിൽഡ്രൻ അല്ലേ നമ്മൾ പഠിച്ചേ? അപ്പൊ 3 അല്ലേ? അല്ല 4 അല്ലേ? ഓർഡർ 4 വരണം. അപ്പൊ ഇവിടെ ഓൾറെഡി 3 കീസ് ഫിൽ ആയതുകൊണ്ട് ദേ ഹാവ് 4 ചിൽഡ്രൻ. ഇവിടെ ഇപ്പൊ 2 വാല്യൂസ് കീസ് ആയിട്ട് ഇൻസേർട്ടഡ് ആയിട്ടുള്ളൂ. സോ 2 + 1 3 നമ്പർ ഓഫ് ചിൽഡ്രൻ വരണം. സ്പ്ലിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ സെയിം കോൺസെപ്റ്റ് ഒക്കെ തന്നെയാ. മാക്സിമം 3 ആണ് നമുക്കിപ്പോ പഠിക്കേണ്ടത്. നെക്സ്റ്റ് ടോപ്പിക് ഇതിന്റെ ഡിലീഷൻ ആണ്. ഞാൻ ഈ സ്ലൈഡ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്ത സ്ലൈഡ് ഒന്ന് മോഡിഫൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് ഞാൻ ഇന്ന് അപ്ലോഡ് ആക്കിയേക്കാം. ഞാൻ ഓൾറെഡി ഇതിനകത്ത് ആഡ് ചെയ്തിരുന്ന ഡിലീഷൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. അപ്പൊ അതിനെക്കാട്ടിലും കുറച്ച് ഈസി ആയിട്ടുള്ള ഡിലീഷൻ മെത്തേഡ് ഇതെല്ലാരും ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് ആഡ് ആക്കിയിട്ടുണ്ട്. അപ്പൊ എന്റെ കൂടെ തന്നെ ഇത് വരച്ചെഴുതി പോണേ. ഡിലീഷൻ ഇൻ എ ബി ട്രീ. So in order to delete a key from a B tree, you have 3 different cases. For deleting a key from B tree, we have 3 different cases. First case is when X is a leaf node, that is the node to be deleted is a leaf node. Second case is internal node, and third case is also internal node but based on a number of keys. Deleting a key from B tree. The B tree delete algorithm has several different cases. First case leaf node ne base ചെയ്തുള്ള case ആണ്. And we are assuming that we are going to delete a key k from a node x in a B tree with t is equal to 3. That is order is equal to 3. 3 order ആയിട്ടുള്ള ഒരു B ട്രീയിൽ നിന്ന് എക്സ് നോഡിൽ നിന്ന് കെ എന്ന് പറഞ്ഞൊരു കീനെ എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യുന്നതെന്നാണ് ജനറലി അൽഗോരിതം വെച്ചിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. വി ആർ ഗോയിങ് ടു ഡിലീറ്റ് എ കീ വാല്യൂ കെ from a node x with order 3. Binary B tree the order 3 ആണ്. So we are going to delete a key value k from node x. So case 1. Case 1 is if x is a leaf node, then the key can be just be removed. x എന്ന് പറയുന്നത് ഒരു ലീഫ് നോഡ് ആണെങ്കിൽ no other functionalities ഒന്നും തന്നെയും ചെയ്യാനില്ല. We can just delete that node. അതാണ് case 1. If x is a leaf node, then the key can just be removed. ജസ്റ്റ് ആ ഒരു കീനെ ഡിലീറ്റ് ചെയ്യുക. അവിടെ ഒരു വേക്കൻറ്റ് സ്പേസ് വരും, അത് മാത്രമേ ഉള്ളൂ. നമ്മൾ അതിനെക്കുറിച്ച് ഒന്നുമേ വറീഡ് ആകാനില്ല. ലീഫ് നോഡ് ആണെങ്കിൽ we can delete it. സിമ്പിളി ഡിലീറ്റ് ചെയ്യാൻ പറ്റും. First case, if x is a leaf node, then the key can just be removed. So here they are giving a tree. The root of the tree is D and G. D has a left child A, B, C and right child E, F. G has a right child H, I. We are going to delete B, the key value B in node A, B, C. So as B is a leaf node, we can just remove it and the remaining portion will be A and C. For deletion, first case is if X is a leaf node, then the key can just be removed. We are considering a tree of order 3 and we are going to delete the key value k from a particular node x. Under that, if x is a leaf node, we can just delete that particular key from that node.
പക്ഷെ ഇതിന്റെ അകത്ത് 2 കീ അല്ലേ വരത്തുള്ളൂ. ഉം? 2 കീ അല്ലേ വരത്തുള്ളൂ, ഓർഡർ 3 അല്ലേ? അതെ അതെ. അപ്പൊ ഈ ബി അതിന്റെ അകത്ത് ശരിക്കും വരത്തില്ലല്ലോ. ഇല്ല, ഡിലീഷൻ കാണിക്കാൻ വേണ്ടിട്ട് അവര് കാണിച്ചിരിക്കുവാ ഇത്. മാക്സിമം ഓർഡർ -1 നമ്പറേ വരുള്ളൂ. ഇതിന്റെ തന്നെ ഐ എന്ന് പറയുന്ന ഒരു നോഡും കൂടെ ഡിലീറ്റ് ചെയ്തിട്ട് എക്സാമ്പിൾ എഴുതി വെക്കണേ. 2-3 നോട്ട്സ് ഡിലീറ്റ് ചെയ്ത് എഴുതി വെച്ചേക്കണേ. എല്ലാം ലീഫ് നോട്ട്സ് ആണ്. അവിടെ തന്നെ ഇങ്ങനെ ആരോ മാർക്ക് കൊടുത്ത് തന്നെ എഴുതി വെക്കണേ. ഇതിൽ ലീഫ് പൊസിഷൻസിൽ ഇരിക്കുന്ന എന്ത് വേണമെങ്കിലും നമുക്ക് ഡിലീറ്റ് ചെയ്യാം. കാരണം ലീഫ് നോഡാണ്. ലീഫ് നോഡ് വന്നാൽ കേസ് 1 വി ക്യാൻ സിംപ്ലി ഡിലീറ്റ് ദാറ്റ്. ഓക്കെ, ഇനി കേസ് 2. കേസ് 2 എന്ന് പറയുന്നത് വി ആർ ഗോയിങ് ടു ഡിലീറ്റ് ആൻ ഇന്റേണൽ നോഡ് ആൻഡ് ഇന്റേണൽ നോഡ്സ് ഡിലീറ്റ് ചെയ്യുന്ന കേസിൽ തന്നെ യു ഹാവ് 3 ഡിഫറെന്റ് കേസസ്. We are going to delete an internal node and under that you have 3 different cases. First case is if the keys left child has at least t keys, then its largest value can be moved up to replace k. അതായത് ഒരു ഇന്റേണൽ നോഡായിട്ടുള്ള എക്സ് ആണ്, അതിൽ നിന്ന് നമ്മളൊരു കീനെ ഡിലീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് വി ഹാവ് ടു ലുക്ക് ഇൻ ടു ദ ലെഫ്റ്റ് ചൈൽഡ് ഓഫ് ദാറ്റ് നോഡ്. ആ ഒരു നോഡിലെ ആ ഒരു കീയുടെ ലെഫ്റ്റ് ചൈൽഡിലേക്ക് നോക്കുക. അതിന് അറ്റ്ലീസ്റ്റ് ടി കീസ്, അതായത് ഓർഡർ 3 ആകുന്ന സമയത്ത് 3 കീസ് അറ്റ്ലീസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ ലാർജസ്റ്റ് വാല്യൂസ് എന്ത് ചെയ്യാം, നമുക്ക് ഡിലീറ്റ് ചെയ്തിട്ട് അവിടേക്ക് ഈ ഒരു കീനെ വെച്ച് റീപ്ലേസ് ചെയ്യാം. ഇത് ഓൾറെഡി ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയ ട്രീയിലല്ല ഡിലീഷൻസ് നടക്കുന്നത്. ഇൻസർഷൻസ് നടക്കുമ്പോൾ തന്നെ ഡിലീഷൻസ് സൈമിൾട്ടേനിയസ് ആയിട്ട് നടക്കുന്ന കേസാണ്. അതുകൊണ്ടാണ് ട്രീ പ്രോപ്പർട്ടി വയലേറ്റ് ചെയ്യുന്ന രീതിയിൽ നോട്ട്സ് വെച്ചിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കരുത് ഓർഡർ 3 അല്ലേ, സോ 2 അല്ലേ മാക്സിമം പെർമിറ്റ് ചെയ്തിരിക്കുന്നതെന്ന്. അങ്ങനെയല്ല, ഇത് ഇൻസർഷൻസ് ആൻഡ് ഡിലീഷൻസ് ഇൻ പാരലൽ നടക്കുകയാണ്. അപ്പൊ അതിലേക്ക് നമ്മൾ ന്യൂലി ഇൻസേർട്ട് ചെയ്ത് വെക്കുന്നു, അപ്പൊ തന്നെ ഡിലീഷൻസ് നടക്കുകയാണ്. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് ആയത്. ഓക്കെ, അപ്പം ഈ നമ്മളൊരു കീനെ ഡിലീറ്റ് ചെയ്യാൻ പോവാണ്. ആ ഡിലീറ്റ് ചെയ്യേണ്ട കീയുടെ ലെഫ്റ്റ് ചൈൽഡിനെ നോക്കുക. അവിടെ ടി നമ്പർ ഓഫ് കീസ് തന്നെ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ലാർജർ വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്യുക, ഈ കീക്ക് പകരം റീപ്ലേസ് ചെയ്തിട്ട് കീനെ ഡിലീറ്റ് ചെയ്യുക. അപ്പൊ വീണ്ടും നമ്മുടെ നോർമൽ ബൈറ്റ് ട്രീയുടെ എല്ലാ പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യുന്ന ട്രീ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ വി ആർ ഗോയിങ് ടു ഡിലീറ്റ് യു ഫ്രം the first node. U delete ചെയ്യുന്ന സമയത്ത് we have to look into the left child of U and there are 3 nodes. Order 3 ഉണ്ട്, അവിടെ 3 nodes വന്നു. So we are going to find the largest value key from this node and replace it with U. അതായത് യുവിന് പകരം ഇവിടുത്തെ ലെഫ്റ്റ് ചൈൽഡിലെ ഏറ്റവും ബിഗർ വാല്യൂ, ദാറ്റ് ഈസ് ദ റൈറ്റ് മോസ്റ്റ് കീ, അത് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുക. എന്നിട്ട് യുവിനെ ഡിലീറ്റ് ചെയ്യുക. ഇപ്പം ബി ട്രീയുടെ എല്ലാ പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈ ചെയ്യുന്ന ട്രീ നമുക്ക് കിട്ടിയിട്ടുണ്ട്.
Next, second case. Second case also, while we are deleting an internal node, if the key's right child has at least t keys, then the smallest value can be moved up to replace k. അതായത് ഫസ്റ്റ് കേസിന്റെ നേരെ റിവേഴ്സ് കേസ് ആണ്. നമ്മൾ കീ ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് കീയുടെ റൈറ്റ് സൈഡിലേക്കുള്ള ചൈൽഡിലാണ് ടി നമ്പർ ഓഫ് കീസ് വന്നിരിക്കുന്നതെങ്കിൽ അതിലെ സ്മോളസ്റ്റ് വാല്യൂ ഏതാണോ അതിനെ എന്ത് ചെയ്യുക, കീക്ക് പകരം റീപ്ലേസ് ചെയ്യുക. വി ഹാവ് ടു റീപ്ലേസ് ദ സ്മോളസ്റ്റ് വാല്യൂ വിത്ത് ദി കീ വാല്യൂ. ഇവിടെ we have to delete I and we look into the right child of I. The right child of I is having 3 different keys. That is, order is 3 and there is 3 keys. So we have to filter out the smallest value from that node, that is J, and we have to replace J for I. Now the tree is satisfying all the properties of B tree. Okay, next, third case. In third case, if the neither child, if for the key to be deleted, if neither child has t keys, then the two must be merged into one and k must be removed. അപ്പം നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പോകുന്ന കീയുടെ രണ്ട് ചൈൽഡിലും ടി നമ്പർ ഓഫ് കീസ് ഒന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ they must be merged into one and k must be removed. നമുക്ക് യു ആണ് ഡിലീറ്റ് ചെയ്യേണ്ടത്. യുവിന്റെ ലെഫ്റ്റ് ചൈൽഡിലും റൈറ്റ് ചൈൽഡിലും ടി നമ്പർ ഓഫ് കീസ് വന്നിട്ടില്ല. നമുക്ക് എന്തായാലും ഒന്ന് കുറവല്ലേ വന്നിട്ടുള്ളൂ. അപ്പം അത് എന്ത് ചെയ്യാം, നമ്മൾ അതിനെ രണ്ടിനെയും കൂടി കമ്പൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട കീനെ ഡിലീറ്റ് ചെയ്യാം. അപ്പൊ എസ് ടി ആൻഡ് വി ഡബ്ല്യു ആർ ടു സെപ്പറേറ്റ് ചൈൽഡ്, കമ്പൈൻ ദം. എസ് ടി വി ഡബ്ല്യു ആയിട്ട് ഒറ്റ നോഡായിട്ട് കമ്പൈൻ ചെയ്യുക. അതിനെ എന്ത് ചെയ്യുക, യു ഡിലീറ്റ് ചെയ്തിട്ട് അവിടേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക.
Next case is case 3. Case 3, if x has t minus 1 keys, അതായത് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട നോഡിൽ എക്സ് മൈനസ് ടി മൈനസ് 1 കീസ് വന്നിട്ടുണ്ടോ, അതായത് ഓർഡർ മൈനസ് 1 നമ്പർ ഓഫ് കീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ദ ഫസ്റ്റ് കേസ് ഈസ് വി ഹാവ് ടു ലുക്ക് ഇൻ ടു ദ സിബ്ലിംഗ് ഓഫ് എക്സ്. അതായത് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട നോഡ് ഏതാണോ അതിനകത്ത് ഓൾറെഡി ടി മൈനസ് 1 കീസ് വന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത് കെ എൽ ആണ്. സോ ദർ ആർ ഓൾറെഡി t minus 1 keys here, so we have to look into the sibling of x having at least t keys. അതായത് ഇവിടെ 2 keys ഉള്ളൂ, 3 keys വന്നിട്ടുള്ള എക്സിന്റെ സിബ്ലിങ്ങിലേക്ക് നോക്കുക. എന്നിട്ട് എക്സിന്റെ പേരന്റ് കീയിനെ എക്സിലേക്ക് മൂവ് ചെയ്തിട്ട് ഈ എക്സ് സിബ്ലിങ്ങിലെ ലീസ്റ്റ് വാല്യൂവിനെ പേരന്റിലേക്ക് കൊണ്ടുപോവുക. അതായത് ഇവിടെ എൽ ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് വി ഹാവ് ടു bring this m to here. അതായത് ഈ എല്ലിന് പകരം ഈ എമ്മിനെ ഇവിടേക്ക് കൊണ്ടുവന്നിട്ട് ഈ സിബ്ലിങ്ങിലെ ലീസ്റ്റ് എലമെന്റ് ആയ ഒയിനെ പേരന്റ് ആക്കുക. അതായത് bring the parent down to replace our deleted value and replace the siblings leftmost value or least value as the parent. If x has a sibling with at least t keys, moves x parent key into x and move the appropriate extreme from x sibling into the open slot in the parent node. നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട നോഡ് ഏതാണോ ആ നോഡിലിന്റെ ജസ്റ്റ് സിബ്ലിങ്ങിനെ നോക്കുക. സിബ്ലിങ്ങിനെ നോക്കുന്ന സമയത്ത് അവിടെ ടി നമ്പർ ഓഫ് കീസ് ഉണ്ടെങ്കിൽ വി ഹാവ് ടു റീപ്ലേസ് എക്സിന്റെ പേരന്റിനെ ഡിലീറ്റഡ് വാല്യൂവിന് പകരം റീപ്ലേസ് ചെയ്യുക ആൻഡ് ആഡ് ദ ലെഫ്റ്റ് മോസ്റ്റ് ചൈൽഡ് ഓഫ് ലെഫ്റ്റ് മോസ്റ്റ് ചൈൽഡ് ഓഫ് ദ സിബ്ലിംഗ് ആസ് ദി പേരന്റ്. bazooka, bazooka, According to Wikipedia, Bazooka is a village in Ghazipur district. According to Wikipedia, Case 3, second case. In this case, if the x sibling also have t minus 1 keys, then merge with x with one of its siblings by bringing down the parent to the middle value, then delete the desired value. അപ്പം നേരത്തെ കേസിൽ റൈറ്റ് ചൈൽഡിന് ടി അറ്റ്ലീസ്റ്റ് ടി കീസ് വന്ന കേസ് ആയതുകൊണ്ടാണ് ആ എക്സ്ചേഞ്ച് ഓപ്പറേഷൻ നടത്താൻ പറ്റിയത്. ബട്ട് ചില കേസുകളിൽ നമുക്ക് എന്ത് കിട്ടത്തില്ല, സിബ്ലിങ്ങിന് അറ്റ്ലീസ്റ്റ് ടി കീസ് വരണമെന്ന് നിർബന്ധമില്ല. അപ്പൊ ആ കേസിലാണെങ്കിൽ വി സിംപ്ലി മെർജ് ദീസ് ടു നോട്ട്സ്. അതായത് നമുക്കിവിടെ എസ് ആണ് ഡിലീറ്റ് ചെയ്യേണ്ടത്. എസിന്റെ സിബ്ലിങ്സ് നോക്കിയപ്പം ഇവിടെ ആണെങ്കിലും ടി മൈനസ് 1 നോഡേ ഉള്ളൂ, ഇവിടെ ആണെങ്കിലും ടി മൈനസ് 1 കീസേ വന്നിട്ടുള്ളൂ. സോ വാട്ട് വി ഡു ഈസ് വി വിൽ മെർജ് ദീസ് ടു നോട്ട്സ്. ആർ എസ് ഡബ്ല്യു എക്സിനെ നമ്മൾ മെർജ് ചെയ്തിട്ട് ടീനെ നമ്മൾ എന്ത് ചെയ്യും, ഇതിന്റെ മിഡിൽ പൊസിഷനിലേക്ക് കൊണ്ടുവരും. അപ്പൊ മിഡിൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇതല്ലേ, ആർ എസ് ടി ഡബ്ല്യു എക്സ് എന്നാവും. ദെൻ വി ആർ ഗോയിങ് ടു ഡിലീറ്റ് ദി നോഡ് എസ്. എസ് നോഡ് ഇപ്പൊ ഡിലീറ്റ് ചെയ്യാന്ന് പറയുന്നത് ലീഫ് നോഡ് ഡിലീറ്റ് ചെയ്യുന്ന എഫക്റ്റേ ഉള്ളൂ. കേസ് 1 വെച്ചിട്ട് ലീഫ് നോഡിനെ ഡിലീറ്റ് ചെയ്യാം. So if x sibling also have t minus 1 keys, we are going to merge x with one of its siblings by bringing down the parent to the middle value and then delete the desired value. ഇവിടെ s ആണ് ഡിലീറ്റ് ചെയ്യേണ്ടത്. ലുക്കിംഗ് ഇൻ ടു ദ സിബ്ലിംഗ് ഓഫ് s നമുക്ക് മനസ്സിലായി wx ആണ്, അവിടെ t minus 1 keys തന്നെ ഉള്ളൂ. Then we are going to merge rs and wx into a single node and bringing t into the middle of that single node. Then we are going to delete s. As per case 1, S is a leaf node, we can simply remove it.
ഇതുവരെയുള്ളത് എല്ലാരും കേസുകളെല്ലാം എഴുതിയെടുത്തോ? എന്തോ ശ്രീപ്രസാദ് ഇതിനു മുമ്പ് പറഞ്ഞ പോലെ കാണിച്ചോ? എഴുതി കഴിഞ്ഞവർക്ക് അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ തരാം. എഴുതിക്കോ. ക്രിയേറ്റ് എ ബി ട്രീ of order 5. Create a B tree of order 5. Values 10, 40, 30, 10, 40, 30, 35, 20, 15, 10, 40, 30, 35, 20, 15, 50, 28, 25, 50, 28, 25, 5, 60, 19, 5, 60, 19, 12, 38, 27, 12, 38, 27, 90, 45, 48, 90, 45, 48. Same values in chat box lo ittunde. Values: create a B tree of order 5 with values 10, 40, 30, 35, 20, 15, 50, 28, 25, 5, 60, 19, 12, 38, 27, 90, 45, 48. Values ഇതാണ് 10, 40, 30, 35, 20, 15, 50, 28, 25, 5, 60, 19, 20, 12, 38, 27, 90, 45, 48. Order is 5. B tree order 5 ആണ്. So maximum number of keys that is permitted in an order എത്രയാണ്? 4 values n minus 1. 5 number of 5 on order, so 5 minus 1, 4 is the maximum permissible number of keys, and for 4 keys we can have maximum of 5 children. And middle element, as there are 5 elements, middle element എങ്ങനെ കണ്ടുപിടിക്കും? Order plus 1 by 2, that is 5 plus 1, 6 by 2, always third position element ആയിരിക്കും, becomes the middle element, third index element. നിങ്ങൾ അറ്റൻഡൻസ് ഒന്ന് പറഞ്ഞിട്ട് പ്രോബ്ലം ചെയ്തോ. റോൾ നമ്പർ 1. One absent. 2, 3, roll number 3. 2 chat box കണ്ടു 3 absent. 4 present miss. 5
6, Present, miss. 7, Present, miss. 8, Present, miss. 9, 10, Present, miss. 11, പ്രസന്റ് സർ മിസ്. 9 ഉണ്ടായിരുന്നു. 9 ആണോ ഉണ്ടെന്ന് പറഞ്ഞേ? ആണ് സർ. 11, പ്രസന്റ് മിസ്. 12, പ്രസന്റ് മിസ്. മിസ് 13, ശ്രീയുടെ വീട്ടിൽ കറണ്ട് പോയെന്ന് പറയാൻ പറഞ്ഞു. 13, Present, miss. 14, Miss, 14 ഗോസ്മിന് അവന്റെ വീട്ടിൽ കറണ്ട് പോയെന്ന് പറഞ്ഞു. 15, 16, പ്രസന്റ് മിസ്. 17, പ്രസന്റ് മിസ്. പിന്നെ മിസ് 15 ചാറ്റ് ബോക്സ് ഇട്ടിട്ടുണ്ട്. 18, Present, miss. 19, 20, Present, miss. 21, Present, miss. 22, 23, Present, miss. 24, Present, miss. 25, മിസ്സേ സാന്ദ്ര ആയിരുന്നു മിസ് ഇത്രയും നേരം ഉണ്ടായിരുന്നു ഇപ്പം നെറ്റ് എന്തോ പോയതാ. 26, Present, miss. 27, 28, 29, പ്രസന്റ് മിസ്. 30, Present, miss. 31, Present, miss. okay, 1, 19, 22, 27. 27 Shruti. Okay, 1, 19, 22. Roll number 1 ആരാ? ആദിൽ N. 22. Roll number 22 ആരാ? വിഷ്ണുപ്രിയ. നെജുമാണ്. ഓക്കെ, ഇന്ന് ആബ്സെന്റ് ആയിരുന്നു. ഓക്കെ, പെട്ടെന്ന് ഇൻസേർഷൻ പെർഫോം ചെയ്തേ, എന്നിട്ട് ഞാൻ ഓരോരുത്തരെ വിളിക്കാം. ഓർഡർ 5 ആണ്. സോ മാക്സിമം നമ്പർ ഓഫ് കീസ് പെർമിറ്റഡ് 4 ആണ്. ഫോർ 4 കീസ് മാക്സിമം നമ്പർ ഓഫ് ചിൽഡ്രൻ ഈസ് 5. വാല്യൂസ് ഞാൻ ഒന്നുകൂടെ വായിച്ചു തരാം, എഴുതാത്തവർ ആരെങ്കിലും ഉണ്ട്? 10, 40, 30, 35, 20, 15, 50, 28, 25, 5, 60, 19, 20, 12, 38, 27, 90, 45, 48.
പാർവതി യെസ്. പാർവതി ഇൻസർഷൻ സ്റ്റാർട്ട് ചെയ്യാമോ? ആദ്യമേ നമ്മള് 10 എടുക്കും, പിന്നെ 30, 35, 40, പിന്നെ നമ്മൾ 20 നോക്കും. 20 കൂടെ വരുമ്പോഴത്തേക്ക് ഓർഡർ 10, 20, 30, 35, 40. പക്ഷെ സ്പേസ് ഇല്ല. 4 കേസിലേ ഉള്ളൂ. 4 നോട്ട്സിനെ 4 വാല്യൂസ് വരുമ്പോ നമ്മള് സ്പ്ലിറ്റ് ചെയ്യണം. അപ്പം റൂട്ട് നോഡില് 30 വരും. 10 എടുക്കാൻ നേരത്ത് 30യെക്കാട്ടി ചെറുതായതുകൊണ്ട് അത് ലെഫ്റ്റിലേക്ക് വരും. പിന്നെ 20 എടുക്കാൻ നേരത്ത് അതും 30യെക്കാട്ടി ചെറുതാണ്, പക്ഷെ 10നെക്കാട്ടില് വലുതായതുകൊണ്ട് അത് ആ വേക്കൻറ്റ് സ്പേസിൽ വരും. 10ന്റെ കൂടെയുള്ളത് വരും. 35 and 40. 35 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 30 ആയതുകൊണ്ട് റൈറ്റ് സൈഡിൽ വരും. 40 എന്ന് പറയുന്നത് റൈറ്റ് സൈഡിൽ വരും 35ന്റെ വേക്കൻറ്റ് സ്പേസിൽ. ഓക്കെ, അപ്പൊ ഇപ്പൊ കറന്റ് 3 എന്ന് പറയുന്നത് 30 in the root, 10 and 20 to the left, and 35 and 40 to the right side. ഇനിയും 2 നോട്ട്സ് ഉണ്ട് ഇവർക്കപ്പം 3 പോസിബിൾ ചിൽഡ്രൻ പോസിബിൾ ആണ്. ഓക്കെ, ഇനി അടുത്ത നെക്സ്റ്റ് നോഡ് ആരാ വരുന്നത്? എന്താ സ്പ്ലിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഓർഡർ +1/2 വെച്ചല്ലേ എടുക്കുന്നത്? അപ്പം ഓർഡർ എന്ന് പറയുന്നത് ഇവിടെ 5 ആണ്. 5 + 1 6, 6/2. 6/2 എന്ന് പറയുന്നത് തേർഡ് ഇൻഡെക്സ്. തേർഡ് ഇൻഡെക്സിൽ ഇപ്പൊ ഇരിക്കുന്ന ആരാ? അല്ല, ഞാൻ പറഞ്ഞില്ലേ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1ൽ നിന്നാണ്. 10ന്റെ ഇൻഡെക്സ് 1 ആണ്, 20യുടേത് 2 ആണ്, 30യുടേത് 3 ആണ്. പറഞ്ഞോ പാർവതി. നെക്സ്റ്റ് 15 വന്നു. 15 വരാൻ നേരത്ത് അത് 10നെക്കാട്ടില് വലുതാണ്, പക്ഷെ 20യെക്കാട്ടിലും ചെറുതാണ്. അപ്പം ആ മിഡിൽ പോർഷനിലായിട്ട് 15 വരും. അതായത് 10ന്റെ റൈറ്റ് സൈഡിലേക്ക്. 10ന്റെ റൈറ്റ് സൈഡില് 20യെക്കാട്ടില് 2ന്റെ ഇടയ്ക്കായിട്ട് വരും. 15 ഇൻസേർട്ട് ആയി. 50. അതിന് 50 എടുക്കാൻ നേരത്ത് അത് നമ്മുടെ 30യുടെ റൈറ്റ് സൈഡിലായിട്ട് 35ഉം 40ഉം ഉണ്ട്. അപ്പൊ അത് 50 എന്ന് പറയുന്ന 30യെക്കാട്ടില് വലുതാണ്, 35നെയും 40യെക്കാട്ടില് വലുതായതുകൊണ്ട് അത് 40യുടെ റൈറ്റില് വരും. 40യുടെ റൈറ്റിൽ ഇൻസേർട്ട് ആയി. ഇതുള്ളത് 28. 28 എന്ന് പറയുന്നത് 30യെക്കാട്ടി ചെറുതാണ്. അപ്പം 10ഉം 20ഉം വെച്ച് നോക്കും. 10ഉം 20യില് 20യെക്കാട്ടില് വലുതായതുകൊണ്ട് 20യുടെ റൈറ്റ് സൈഡിൽ വരും. ഇനി 25ഉം 10നെയും 20യെയും കാട്ടിലും വലുതായതുകൊണ്ട് 20യുടെ റൈറ്റ് സൈഡിൽ തന്നെ വരും, ആ 28ന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട്. ഇനി 5 എന്ന് പറയുന്നത് 30യെക്കാട്ടിലും ചെറുതാണ്, 10നെയും 20യെയും കാട്ടിലും ചെറുതായതുകൊണ്ട് 10ന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് വരും. 60 എന്ന് പറയുന്നത് 30യെക്കാട്ടിലും വലുതാണ്, 35നെയും 40യെക്കാട്ടിലും വലുതായതുകൊണ്ട് 40യുടെ റൈറ്റ് സൈഡിൽ വരും. ഓക്കെ, അപ്പൊ ഇപ്പൊ അവിടുത്തെ ഓർഡർ എങ്ങനെയായി? 50, 60 എന്ന് വരും. ഓക്കെ, അടുത്തത് 19. 10നെക്കാട്ടിലും വലുതാണ്, 20യെക്കാട്ടിലും ചെറുതായതുകൊണ്ട് മിഡിൽ പോർഷനിൽ വരും. 10ന്റെ റൈറ്റ് സൈഡിലേക്ക് വരും. 15ന്റെ തൊട്ടപ്പുറത്തേക്ക് 90. 12 10നെക്കാട്ടിലും വലുതാണ്, 20യെക്കാട്ടിലും ചെറുതായതുകൊണ്ട് ആ മിഡിൽ പോർഷനിൽ തന്നെ 15ന്റെ ലെഫ്റ്റിലായിട്ട് വരും. പിന്നെ 38 30യെക്കാട്ടിലും വലുതാണ്, 35നെക്കാട്ടിലും വലുതാണ്, 40യെക്കാട്ടിലും ചെറുതായതുകൊണ്ട് മിഡിൽ പോർഷനിൽ വരും, 35ന്റെ റൈറ്റ് സൈഡിലായിട്ട്. പിന്നെ 27 30യെക്കാട്ടില് ചെറുതാണ്, 10ഉം 20ഉം വെച്ച് നോക്കുമ്പോൾ 20യെക്കാട്ടില് വലുതായതുകൊണ്ട് 20യുടെ റൈറ്റ് സൈഡിൽ വരും. റൈറ്റ് സൈഡില് 25ഉം 28ഉം ഓൾറെഡി ഉണ്ട്, അപ്പം അത് മിഡിലായിട്ട് വരും. 25, 27, 28. പിന്നെ ഇനി 90 എന്ന് പറയുന്നത് 30യെക്കാട്ടിലും വലുതാണ്,
35നെയും 40യെയും കാട്ടിലും വലുതായതുകൊണ്ട് 40യുടെ റൈറ്റ് സൈഡിൽ വരും. അപ്പൊ അവിടെ 50 ഉണ്ട്, 60 ഉണ്ട്, ഇപ്പം 90 ഉണ്ട്. ഇനി 45 35നെയും 40യെക്കാട്ടിലും വലുതായതുകൊണ്ട് റൈറ്റ് സൈഡിൽ വരും. അപ്പം അവിടെ 45, 50, 60, 90 എന്ന് വരും. ഇനി 48 വരാൻ നേരത്ത് 48ഉം 35നെയും 40യെക്കാട്ടിലും വലുതാണ്. പക്ഷെ അവിടെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ സ്പേസ് ഇല്ലാത്തത് കൊണ്ട് അതിനെ നമ്മൾ 48, 50, 60, 90 അതിനെ സ്പ്ലിറ്റ് ചെയ്യും. സ്പ്ലിറ്റ് ചെയ്യുമ്പോ 50 ആണ് മിഡിൽ എലമെന്റ്. 45 50യെ മിഡിൽ എലമെന്റ് ആക്കും. എന്നിട്ട് അതിന്റെ മുകളിലേക്ക് പോവും. 35, 40, 50 ആകും. പിന്നെ 50യുടെ ലെഫ്റ്റ് സൈഡിൽ 45ഉം 48ഉം വരും. 50യുടെ റൈറ്റ് സൈഡിൽ 60, 90 ആകും. ഓക്കെ, വെരി ഗുഡ് പാർവതി, താങ്ക് യു. ഇത് എല്ലാരും വരച്ചു നോക്കണം. വരച്ചു നോക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ വരച്ചു നോക്കണം കേട്ടോ. (9:33) ആയി. നിങ്ങൾക്ക് നെക്സ്റ്റ് ക്ലാസ് ഇല്ലേ? ലീവ് ചെയ്തു. താങ്ക് യു. ഇത് ഡൗട്ട് ഉള്ളവരെല്ലാരും നാളത്തേക്ക് വരച്ചു നോക്കണേ. താങ്ക് യു മിസ്.